ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സെമസ്റ്റർ BSc നഴ്സിംഗിൽ ഫാർമക്കോളജി 2 യൂണിറ്റ് 4 പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഇൻഫെർട്ടിലിറ്റിയിൽ യൂസ് ചെയ്യുന്ന ഡ്രഗിന്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു സാധനമാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകളെ കുറിച്ച്. ഓക്കെ, ഡ്രഗ്സിനെ കുറിച്ച് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല, ജസ്റ്റ് ഒരു ഡ്രഗ് മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ബിക്കോസ് ഓഫ് ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ആൻ ആക്ട്. മെഡിക്കൽ ടെർമിനേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട് ഉണ്ടായതുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി അല്ല എന്നുള്ളതുകൊണ്ട് തന്നെ വി വിൽ നോട്ട് പബ്ലിഷ് മോർ ഡീറ്റെയിൽസ്. സോ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ലീഗലി ബൈ എ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് മദേഴ്സ് ഹെൽത്ത് ആസ് വെൽ ആസ് ലൈഫ്. അപ്പോൾ മദറിന്റെ ഹെൽത്തിന് എന്തെങ്കിലും രീതിയിലുള്ള റിസ്ക് വരുന്ന സമയത്ത്, എമർജൻസി വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് പ്രഗ്നൻസിനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി. ലീഗൽ അല്ലാത്ത രീതിയിൽ ടെർമിനേറ്റ് ചെയ്യുന്ന ഇല്ലീഗലാണ്. യൂഷ്വലി പ്രഗ്നൻസിനെ ടെർമിനേറ്റ് ചെയ്യുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ലീഗലായിട്ട് ഇങ്ങനെയുള്ള മദറിന്റെ ഹെൽത്തിന് കോംപ്ലിക്കേഷൻ വരുന്ന സമയത്ത് മാത്രമാണ് അത് ലീഗൽ ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 20 വീക്ക് ഓഫ് ജെസ്റ്റേഷൻ അതിന്റെ ഉള്ളിലാണെങ്കിൽ മാത്രമാണ് ഒരു രജിസ്റ്റേർഡ് പ്രാക്ടീഷണർക്ക് മദറിന്റെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട്, മദറിന്റെ ഹെൽത്ത് ലൈഫിന് ഇൻട്രസ്റ്റിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു സമയത്ത് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. പ്രിയർ ടു 20 വീക്ക് ഓഫ് ജെസ്റ്റേഷൻ, 20 ആഴ്ച പ്രായമാവുന്നതിന് മുന്നേ, ഫീറ്റസിന് 20 വീക്ക് പ്രഗ്നൻസി അല്ലെങ്കിൽ പ്രായമാവുന്നതിന് മുന്നേ ചെയ്യുന്ന ഇൻഡക്ഷൻ ഓഫ് ലേബറിനെയാണ് അല്ലെങ്കിൽ അബോർഷനെയാണ് നമ്മൾ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. Now, where will we use this MTP, medical termination of pregnancy? What are the indications? നമ്മൾ 3 കേസിലാണ് സാധാരണഗതിയിൽ ഇത് നമ്മൾ പ്രിഫർ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ചെയ്യാൻ പാടുള്ളൂ. ഫസ്റ്റ് വൺ ഈസ് ടു സേവ് ദ ലൈഫ് ഓഫ് മദർ, സെക്കൻഡ് വൺ ഈസ് സോഷ്യൽ ഇൻഡിക്കേഷൻസ്, ആൻഡ് തേർഡ് വൺ ഈസ് യൂജനിക്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ടു സേവ് ദ ലൈഫ് ഓഫ് മദർ. ഇപ്പോൾ മദറിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസുകളുണ്ട്, ലൈക്ക് പൾമണറി ട്യൂബർകുലോസിസ്, grade 3, grade 4 cardiac diseases, chronic glomerulonephritis, malignant hypertension, interactable hyperemesis gravidum, cervical and breast malignancy, diabetic mellitus with retinopathy, epilepsy as well as psychiatric illness. ഇങ്ങനെയുള്ള ഡിസീസസ് ഉള്ള മദറിലാണ് ഈ പറയുന്ന പ്രഗ്നൻസി ഉണ്ടായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രഗ്നൻസിനെ ടെർമിനേറ്റ് ചെയ്യും വിത്തിൻ 20 വീക്ക് ഓഫ് ജെസ്റ്റേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ലീഗലി പെർമിറ്റബിൾ ആണ്. സെക്കൻഡ് വൺ ഈസ് സോഷ്യൽ ഇൻഡിക്കേഷൻ. ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഓഫ് പ്രഗ്നന്റ് വുമന് ഇഞ്ചുറി വരുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ലൈക്ക് റേപ്പ് ഓർ അൺവാണ്ടഡ് പ്രഗ്നൻസി ഡ്യൂ ടു ദ കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ്, ഇങ്ങനെയുള്ള കേസിലും ഈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അലൗഡ് ആണ്. ഓക്കെ, ലാസ്റ്റ് വൺ ഈസ് യൂജനിക്. സബ്സ്റ്റാൻഷ്യൽ റിസ്ക് ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, സീരിയസ് ഇൽനെസ് അല്ലെങ്കിൽ കുട്ടിക്ക് യൂജനിക് ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് കുട്ടി ജനിക്കുന്ന സമയത്ത് ഹാൻഡിക്യാപ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മെന്റൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാവാനുള്ള, സീരിയസ് ഫിസിക്കൽ ഇൽനെസ് ഒക്കെ ഉള്ള കുട്ടിയാണ് ജനിക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാൻ ലീഗലി അലൗഡ് ആണ്. ഓക്കെ, സോ ദീസ് ആർ ദ 3 ഇൻഡിക്കേഷൻ. ഈ ഒരു സമയത്ത് മാത്രമാണ് ഇത് ലീഗലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കുക. മദറിന്റെ ലൈഫിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, സോഷ്യൽ ഇൻഡിക്കേഷന് വേണ്ടിയിട്ട്, റേപ്പ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള പ്രഗ്നൻസി ആണ്, അല്ലെങ്കിൽ അൺവാണ്ടഡ് പ്രഗ്നൻസി ഡ്യൂ ടു ഫെയിലിയർ ഓഫ് കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ്, നോട്ട് ദ കോൺട്രാസെപ്റ്റീവ് പിൽസ്, ഡിവൈസസ്. ഓക്കെ, അതായത് 5 ഇയേഴ്സിനൊക്കെ ഇൻസേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡിവൈസസുകളുണ്ട്, അതിന്റെ ഫെയിലിയേഴ്സിനൊക്കെ അങ്ങനെയുള്ള സമയത്തുള്ള പ്രഗ്നൻസിനെ ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് സബ്സ്റ്റാൻഷ്യൽ റിസ്ക് ഉണ്ടാവുന്ന സമയത്ത്, ഫീറ്റസ് അല്ലെങ്കിൽ ബേബി ജനിക്കുന്ന സമയത്ത് മെന്റൽ അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഈ ഒരു MTP വെച്ചിട്ട് അതിനെ അബോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. MTP ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ആൾക്കാർ, അൺകൺട്രോളബിൾ ഹൈപ്പർ ടെൻഷൻ വിത്ത് ബ്ലഡ് പ്രഷർ മോർ ദാൻ 160 to 100 ഉള്ള ആൾക്കാരിൽ
കാർഡിയോവാസ്കുലാർ ഡിസീസസ് ഉള്ള ആൻജൈന പോലെയുള്ള കണ്ടീഷൻ ഉള്ള ആൾക്കാർ, ഏജ് മോർ ദാൻ 35 ഇയേഴ്സ്, ദെൻ സ്മോക്കിംഗ് ഉള്ള ആൾക്കാർ, റീനൽ ഫെയിലിയർ, ലിവർ ഡിസീസ് ഉള്ള ആൾക്കാർ, സിസ്റ്റമിക് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, കൊയാക്കബിലിറ്റി, അനീമിയ ഉള്ള ആൾക്കാരിൽ, സസ്പെക്ട് എക്ടോപിക് പ്രഗ്നൻസി, അൺകൺട്രോൾഡ് സീഷ്യൽ ഡിസോർഡർ, ഇങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ MTB കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഓക്കെ. Now, according to the law അല്ലെങ്കിൽ റൂൾസ് ഓഫ് MTP, മെഡിക്കൽ ടെർമിനേഷൻ ആക്ടിന്റെ പ്രകാരം ആർക്കാണ് ഈ MTP ചെയ്യാൻ പറ്റുക എന്നുള്ളത് റൂളിൽ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും പറ്റുന്ന ഒരു സംഗതിയല്ല മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. It should be performed by a registered medical practitioner who is qualified if he is assisted at least 25 MTP. ഇതിനു മുന്നേ, ഈ ഒരു MTP ചെയ്യുന്നതിന് മുന്നേ ഒരു ഓതറൈസ്ഡ് സെന്ററിന്ന് സർട്ടിഫിക്കറ്റോട് കൂടി 25 മെഡിക്കൽ ടെർമിനേഷൻ നടത്തിയിട്ടുള്ള, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി നടത്തിയിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് പ്രാക്ടീഷണർ ആയിരിക്കണം, മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരിക്കണം. And he should have completed 6-month house surgency training in obstetrics as well as gynecology. ഗൈനക്കോളജിയിൽ 6 മാസത്തെ ഹൗസ് സർജൻസി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളായിരിക്കണം. MBBS കഴിഞ്ഞിട്ടുള്ള ഒരു വർഷത്തെ ഹൗസ് സർജൻസിനെ കുറിച്ചല്ല, ഒബ്സ്ട്രക്ടിക്സിൽ അല്ലെങ്കിൽ ഗൈനക്കോളജിയിൽ 6 മാസത്തെ ഹൗസ് സർജൻസി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളായിരിക്കണം. Or he should have got a diploma or degree in obstetric or gynecology. Okay, so these are the different recommendations of MTPs. ആക്ടിൽ പറയുന്ന റെക്കമെൻഡേഷൻസ് ആണ്. Now, ഇതിൽ പറയുന്ന വേറൊരു കാര്യമുണ്ട്, എവിടെ നിന്നാണ് ഈ ഒരു MTP ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളത്? So it will be performed only in hospital established or maintained by the government or place approved by the government. Either it will be a government hospital or establishment or it is approved by government. അങ്ങനെയുള്ള ഒരു പെർമിസസ് മാത്രമേ ഈ ഒരു പെർഫോമൻസ് MTP നടത്താൻ പാടുള്ളൂ. And we should have a written consent of woman. പാരന്റിന്റെ കൺസെന്റ് കിട്ടിയാൽ പോരാ, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കൺസെന്റ് കിട്ടിയാൽ പോരാ, പ്രഗ്നന്റ് വുമണിന്റെ റിട്ടേൺ കൺസെന്റ് കിട്ടിയതിന് ശേഷം മാത്രമേ ടെർമിനേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇഫ് ദ ഗേൾ ഈസ് മൈനർ, 18 ഇയേഴ്സിനേക്കാളും ചെറിയ കുട്ടിയാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി നടത്തേണ്ടത് എന്നുണ്ടെങ്കിൽ പാരന്റിന്റെ കൺസേൺ ഇല്ലാതെ ഒരു കാരണവശാലും അത് ടെർമിനേറ്റ് ചെയ്യാൻ പാടില്ല. വി ഷുഡ് ഗെറ്റ് ആൻഡ് consent letter, written consent from the parent or legal guardian. And termination is permitted up to 20 weeks of pregnancy if it is exceeding 12 weeks. 20 week വരെയാണ് MTP അലോഡ് ചെയ്തിട്ടുള്ളത്. 12 വീക്കിന്റെ മുകളിലാണ് പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ we have to get opinion of 2 medical practitioner. ഓക്കെ, ഒരാളുടെ പെർമിഷൻ അല്ലെങ്കിൽ ഒരാളുടെ ഒപ്പീനിയൻ മാത്രം കിട്ടിയാൽ പോരാ, 2 മെഡിക്കൽ പ്രാക്ടീഷണറുടെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് 12 വീക്കിന്റെ മുകളിലുള്ള പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ഇറ്റ് ഹാസ് ടു ബി പെർഫോംഡ് കോൺഫിഡൻഷ്യലി. അത് പുറത്ത് നാട്ടുകാരെ അറിയിച്ച് ചെയ്യേണ്ട കാര്യമല്ല. ആൻഡ് ആൾസോ ഇറ്റ് ഹാസ് ടു ബി റിപ്പോർട്ടഡ് ടു ദ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ഓഫ് ദ സ്റ്റേറ്റ്. ഇപ്പൊ സ്വകാര്യമായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൂടി ഗവൺമെന്റ് അതോറിറ്റി, ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ഓഫ് സ്റ്റേറ്റിന് അത് ഡോക്യുമെന്റഡ് ആയിട്ട് പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ അറിയിച്ചിട്ടും കൂടി ഉണ്ടാവണം. ഇതാണ് MTP ആക്ടിലെ ഡിഫറെന്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ. അപ്പൊ ആരാണ് ചെയ്യേണ്ടത് എന്നുള്ളതും എവിടെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും എങ്ങനെയാണ് ചെയ്യേണ്ടത്, റിട്ടേൺ കൺസേണ്ടോട് കൂടിയിട്ടാണ്. മൈനർ ആണെന്നുണ്ടെങ്കിൽ പാരന്റിന്റെ കൺസേൺ വേണം. 20 വീക്കിന്റെ ഉള്ളിലുള്ളത് മാത്രമേ ടെർമിനേറ്റ് ചെയ്യാനുള്ള ലീഗലി അതിന് അലോ ചെയ്തിട്ടുള്ളൂ. 12 വീക്കിന്റെ മുകളിലാണ് പ്രഗ്നൻസി എന്നുണ്ടെങ്കിൽ 2 ഒപ്പീനിയൻ കിട്ടണം. ആൻഡ് കോൺഫിഡൻഷ്യലി ആൻഡ് ഹാസ് ടു ബി റിപ്പോർട്ടഡ് ടു ദ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ഓഫ് ദി സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുള്ള മെഡിക്കൽ ടെർമിനേഷൻ ആണ് എന്നുണ്ടെങ്കിൽ, മെഡിസിൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ, യൂഷ്വലി ഇറ്റ് ഈസ് എഫക്റ്റീവ് ആൻഡ് സേഫ് മെത്തേഡ് in early pregnancy. And by using drugs we can avoid the usage of anesthesia, surgery and vacuum aspiration unless it failed, and it done in more secrecy and has privacy, and procedure is invasive when compared with the surgery. Okay, what are the different disadvantages? Signs
of nausea, vomiting, fever, chill may be there by using drugs. Then infection and inflammatory diseases in the pelvic area. There are chances of infection as well as inflammatory disorders. And in some cases, cervix also found to be torn out or cut due to this abortion process. And failure rate is higher than with the surgical abortion. Surgical ആണ് success rate കൂടുതലുള്ളത്. If we are using, the failure rate is higher, and occurrence of blood clot in the uterus is also observed in most of the cases. So these are the different advantages as well as disadvantages of medical termination of pregnancy by using drugs. സർജിക്കൽ കേസ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, അത് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി. So this is the one and only drugs used in the which is available in the market with the prescription of a medical practitioner. Okay, ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഹെൽപ്പോട് കൂടിയിട്ട് കിട്ടുന്ന ഒരേ ഒരു ഡ്രഗ് എന്ന് പറയുന്നത് മിഫെപ്രിസ്റ്റോൺ ആണ്. പ്രഗ്നൻസി അപ് ടു 7 വീക്ക് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. 600 mg മിഫെപ്രിസ്റ്റോൺ will produce an abortion up to 60 to 85%. Also, it required prescription of a medical practitioner. അപ്പോൾ ഗൈനക്കോളജിസ്റ്റിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് മാത്രമേ ഈ ഡ്രഗ് അവൈലബിൾ ആയിട്ടുള്ളൂ. And to improve the efficacy, we can add a single dose of misoprostol, which is an prostaglandin analogs, 400 mg after 48 hours of first dose of this mifepristone. Okay, this is the drugs used for the MTP. Now, these are the some nurses' roles in patient undergoing MTP. We have to reassure the mother and her family by providing comfort, support, clearing all their queries, and we have to help her to decide whether we have to perform abortion, and we have to get the written permission for it, consent വാങ്ങുക എന്നുള്ളത്. Then we have to closely monitor, support and provide care before, during and after the procedure of MTP. And we have to make aware of her possible complication after the abortion, like continuation of vaginal bleeding even after 3 week accompanied with clot, fever, persistent pain, burning, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. And we have to advise her the first menses usually occur 2 to 8 week after the abortion. Abortion കഴിഞ്ഞിട്ട് 2 to 8 week കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ഒരു മെൻസസ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് അവർ അവെയർ ചെയ്യിക്കുക. And tell her if the lactation however begins. ഇപ്പോൾ ഈ ഡ്രഗ് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് ലാക്ടേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മൈൽഡ് ആൻഡ് ലാസ്റ്റ് ഫോർ അനദർ 48 hours. 48 മണിക്കൂറിനുള്ളിൽ അങ്ങനെയുള്ള സംഗതികളൊക്കെ നിൽക്കും എന്നുള്ളത് വരെ അഡ്വൈസ് ചെയ്യുക, അവരോട് പറയാം. ആൻഡ് എഡ്യൂക്കേറ്റ് ഹെർ ടു ഫോളോ അപ്പ് വിസിറ്റ് ഇൻ 2 to 4 വീക്ക് ആഫ്റ്റർ ദ MTP കഴിഞ്ഞിട്ട് 2 to 4 വീക്ക് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കൺസൾട്ട് ചെയ്യാൻ പറയും. ഇത്രയൊക്കെയാണ് nurses റോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അപ്പോൾ ഇത് ലീഗലി പ്രൊഹിബിറ്റഡ് ആണെന്ന് മനസ്സിലാക്കുക. ലീഗലി 3 കേസിൽ മാത്രമാണ് നമ്മളിത് അലോഡ് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, മദറിനെ സേവ് ചെയ്യാൻ. രണ്ടാമത്തത് സോഷ്യൽ ഇൻഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ. മൂന്നാമത്തത് if the infant will be some kind of serious physical complications, abnormality or handicap ഒക്കെ വരികയാണെന്നുണ്ടെങ്കിലും അബോർഷൻ അലോഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി.